എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ജോലിയിലൊക്കെ ആയിരിക്കുമല്ലേ? പിന്നെ എന്താണ് വിശേഷം? ഞാൻ ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്നൊരു രസമാണ് കേട്ടോ, ഒരു രസം വെക്കുവാണ്. ഇതിനകത്ത് ഞാൻ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കുരുമുളകും ഇച്ചിരി ജീരകവും കൂടെ ചതച്ച് മാറ്റി വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് അതിനകത്ത് ഇച്ചിരി ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ച് നമ്മുടെ കടമുളക് ഉണ്ടല്ലോ, നമ്മുടെ കടമുളകും കൂടെ ഇട്ട് നല്ല പൊരിച്ചിട്ട് പിന്നെ ഇത് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം അതൊന്ന് ഇങ്ങനെ വഴറ്റി ഒന്ന് ആയതിനു ശേഷം പിന്നെ ഈ ചതച്ച് വെച്ച സാധനം ഉണ്ടല്ലോ, വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും കൂടെ ചതച്ച് വെച്ചും കൂടെ ഇതിനകത്തിട്ട് ഇളക്കിയിട്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് ഇളക്കി. ഇതും കൂടെ ഒന്നൊരു ഇതിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ തക്കാളി ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്നിങ്ങനെ ഇളകി വന്നതിന് ശേഷം ഞാൻ ഉപ്പും ഇട്ട് പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു ശകലം ഇതൊന്ന് വെന്ത് കുഴഞ്ഞൊന്ന് ഒരു ക്രീം പരുവത്തിന് ഇത്തിരി ഒരു നല്ല ഇത് വന്നിട്ട് നല്ലൊരു മയം വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ പുളിവെള്ളം ഒഴിച്ച് നമ്മുടെ പാകത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കഴിഞ്ഞു, അപ്പോഴും നമുക്ക് പിന്നെ ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കാം കേട്ടോ. അങ്ങനെയാണ് കാര്യം. ഒന്ന് ചെറുതായിട്ട് നമ്മൾ അരിച്ചൊഴിക്കുമ്പോഴേ ഇതിനകത്ത് ഒരുപാട് കരടുകളൊക്കെ ഉണ്ടല്ലോ പുളിക്കകത്ത്. നമ്മൾ എത്ര കൈ കൊണ്ട് അരിച്ചിരുന്നാലും അതിനകത്ത് ഈ പുളിയൊക്കെ അതിനകത്ത് കുറച്ച് എന്തൊക്കെ കാണും. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ പേടിക്കണ്ടല്ലോ. കറുത്ത പുളിയാണ് കേട്ടോ, കറുത്ത പുളിയാണ്. വെള്ളം വേണം, കുറേ വെള്ളം വേണം. മല്ലിയില ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിയില. ചോറ് വെച്ച പാത്രം ചോറ് ഊറ്റിയിട്ട് ഞാൻ ഓർത്ത് ഒരു രസം വെക്കുന്ന കാണിക്കാമെന്ന് വിചാരിച്ചു. അവിയൽ വെച്ചായിരുന്നു കേട്ടോ. മീൻകറി ഇന്നലത്തെ ഇരിപ്പുണ്ട്. രാവിലെ മെനിഞ്ഞാന്നത്തെ തോരനും ഇരിപ്പുണ്ട്. ഇവിടെ ചോറ് കഴിക്കുന്നത് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മെനിഞ്ഞാണ്ട നമ്മൾ കൈ കൊണ്ട് അരച്ചാലും കുറേ ഇങ്ങനെ കിട്ടും. ഇത്രയും വേണ്ടി വരും വെള്ളം. ഇതിവിടെ വേണമെങ്കിലും ഒഴിക്കാം. കറുത്ത പഴംപുളിയാണേ, നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ഉണ്ടാകാൻ നോക്കട്ടെ. വീഡിയോ എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഉണ്ടാകാൻ നോക്കാൻ പറ്റുള്ളേ. ഭയങ്കര ടേസ്റ്റാട്ടോ. പക്ഷേ ഇച്ചിരി കായം ഇടണം, മല്ലിയില ഇടണം. ഇച്ചിരി കായം ഇട്ട് മല്ലിയില ഇടാം. മല്ലിയില ഇടാൻ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ചിലർ രസം അങ്ങ് വെറും വെള്ളം പോലെയായി നൈസായിട്ട് വെറുതെ കുടിക്കാൻ പറ്റുന്ന വിധത്തിൽ അതിന് കുറച്ച് ഞാൻ അങ്ങനത്തത് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ടെന്ന് വെച്ചാൽ ഉപ്പും പുളിയും എരിയൊക്കെ ഇട്ടുന്നേ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതൊന്നും അങ്ങോട്ട് ചെവയ്ക്കത്തില്ല. എനിക്കെന്ന് പറഞ്ഞാൽ രസം വയ്ക്കുമ്പം നല്ല ഉപ്പും പുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല ചെവയ്ക്കണം. അതാണ് എനിക്കിഷ്ടം. ഇനിയിപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് നല്ല പാകമാവും. കായപ്പൊടി എടുക്കട്ടെ, ശകലം കായം. വറുത്ത് പൊടിച്ച കായമാണ് കേട്ടോ. ശകലം മതി കായം, ഒരുപാട് വേണ്ട. ഒരുപാടായാലും നമുക്ക് ഇതാവും. കുഞ്ഞായിട്ട് തീ വരുന്നുണ്ടേ. ഇത് പുളിയുടെ കളറാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര കട്ടിക്കൊന്നുമല്ല, പുളിയുടെ കളറാണ്. കറുത്ത പുളിയായതുകൊണ്ടാണ്. ഇച്ചിരി വെള്ള പുളിയാണെങ്കിൽ വേറെ കളറിൽ വന്നാനായിരുന്നു. സൂപ്പർ, അടിപൊളിയല്ലേ രസം. ചോറിനകത്തോട്ട് ഒഴിച്ച് കുടിച്ചാലേ. പക്ഷെ എനിക്ക് രസം ചോറിനകത്തല്ല ഇഷ്ടം കേട്ടോ. രസം എനിക്ക് ചക്ക ഉണ്ടല്ലോ, ചക്ക കുഴച്ച് വെച്ചിട്ട് ചക്കയ്ക്കകത്തോട്ട്
രസം ഒഴിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം. അതുപോലെ കപ്പയാണെങ്കിലും കപ്പ പക്ഷേ വെന്ത് കുഴയാത്ത കപ്പയായിരിക്കണം. വെന്ത് കുഴയാത്ത ഒത്തിരി ഒരു തുറന്നിരിക്കുന്നൊരു കപ്പയുണ്ടല്ലോ, വെറും വേവാത്ത എല്ലാത്തിനും പൊടിഞ്ഞ് വരുമല്ലോ, അങ്ങനത്തെ കപ്പയുടെ കൂടെ രസമൊക്കെ ഒഴിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്കയുടെ കൂടെ തിളച്ചില്ല. അവിയൽ വെച്ച് ചോറായിട്ടുണ്ട്. അവിയൽ ഇതിനകത്താണ്. അവിയൽ ഇങ്ങനെ ഇരിക്കുന്ന എന്തെന്നറിയോ, ഇതിനകത്ത് ചേമ്പും മുട്ടയും ചേനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയൊരു ഒരു കിറ്റ് മേടിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്നതിനെ എടുത്ത് അവിയലാക്കിയെന്നേ ഉള്ളൂ. ചോറ് മീൻ കറി ഇച്ചിരിയേ ഉള്ളൂ, അത് കാണിക്കുന്നില്ല. ഇന്നലെ നമ്മൾ കൂട്ടിയതിൻ്റെ ബാക്കിയാണ് അതിലിരിക്കുന്നത്. കൊഴിയാണ് ഇന്നലെ 100 രൂപയ്ക്ക് 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയെ കഴിക്കുന്നുള്ളതായിട്ട് 2 എണ്ണം എടുത്ത് കറി വെച്ചു. അപ്പം നമ്മൾ ഇന്നലെയും കൂട്ടി ഇന്നത്തേക്കും കൂടെ ഇച്ചിരി അരപ്പിരിപ്പുണ്ട്. അപ്പം ഈ തിളയോടുകൂടി ഒന്നങ്ങ് നിർത്തണം. ഇത് ചെറുതായിട്ട് പുളിയൊക്കെ നല്ല പാകമാണ്. പോരെങ്കിൽ ഒന്നുകൂടെ നോക്കാം. സൂപ്പറാണേ. എന്നാൽ പിന്നെ ശരി, ടാറ്റാ സഹോദരങ്ങളെ. ഇതുപോലെ രസം വെച്ച് നോക്കണേ, ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ. എന്നാൽ പിന്നെ ശരി, ടാറ്റാ.